ഹലോ, വെൽക്കം ബാക്ക് ടു ഡേ 2 അറ്റ് ഗോവ. അപ്പൊ ഇന്നലെ ഡേ 1 നമ്മൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റത്തെ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാവരും ടയേർഡ് ആയിരുന്നു. നൈറ്റ് ആയതുകൊണ്ട് ലൈറ്റ് ഒക്കെ ഭയങ്കര ബോറായിരുന്നു കേട്ടോ. ബോറല്ല, കുറച്ച് കുറവായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്നലെ വന്നിട്ട് അപ്പൊ തന്നെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റിട്ട് സ്വിമ്മിംഗ് പൂളിൽ ജസ്റ്റ് ഒന്ന് പോയായിരുന്നു, പക്ഷെ അതിന്റെ ക്ലിപ്സ് എടുക്കാൻ പറ്റില്ല, കാരണം ഒരുപാട് ക്രൗഡഡ് ആയിരുന്നു ഇന്ന് രാവിലെ. ഇനി ഇപ്പത്തെ നമ്മളെല്ലാരും റെഡി ആയിട്ട് ഇന്ന് കുറച്ച് 8ഓളം പ്ലേസസ് പോകാനുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് റെഡി ആയിട്ട് എല്ലാരും ഇരിക്കുവാണ്. ഇനി എവിടെയൊക്കെയാ എന്തൊക്കെയാന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഇന്നലത്തെ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഡേയും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫുഡ് കഴിച്ചിട്ടാണ്. അപ്പൊ ഇന്നലെ വന്ന സെയിം പ്ലേസ്, നമ്മുടെ പാക്കേജിൽ നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും ഈവനിങ് ഡിന്നറും ഈ സെയിം പ്ലേസിൽ നിന്നാണ് കേട്ടോ. മലയാളി ഹോട്ടലാണ്, നല്ല ഫുഡ് തന്നെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ. ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ പൂരിയുണ്ട്, ഉപ്മയുണ്ട്, പാസ്തയുണ്ട്, പുട്ടുണ്ട്, കടലക്കറിയുണ്ട്, പിന്നെ മസാലക്കറിയുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. കട്ല മസാല ബോത്ത ഗ്യാസ് മേക്കിംഗ് ഫുഡ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഫസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇന്ന് ഓൾഡ് ഗോവ ചർച്ചാണ് കേട്ടോ. പക്ഷെ എന്റെ കൂടെയുള്ള എല്ലാവർക്കും പണി കിട്ടി. വേറെ ഒന്നുമില്ല, അവിടെ ഷോർട്ട് ഡ്രസ്സസ് അലൗഡ് അല്ല. ഇന്ന് അവന്മാർ 5 പേരും നിക്കർ ഇട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നെങ്കിൽ അവിടെ മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്ന് അവർക്ക് ചീപ്പ് റേറ്റിനും പാൻസ് വല്ലതും കിട്ടും, അത് മേടിച്ചിടണം. അല്ലെങ്കിൽ റൂമിൽ പോയിട്ട് പാൻസ് മാറ്റി ലോങ് ഇട്ടിട്ട് വീണ്ടും റൂമിൽ വന്ന് അവരുടെ ഈ ബീച്ച് ഔട്ട്ഫിറ്റിലേക്ക് വീണ്ടും മാറാം. അപ്പൊ എന്താണെന്നുള്ള ഡിസ്കഷനിലാണ് അവര്. പിന്നെ അവിടെ 10 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന എന്തോ ഒരു സംഭവം നടക്കുന്നുണ്ട് ചർച്ചിൽ. അപ്പൊ ചർച്ച് നമുക്ക് ഇഗ്നോർ ചെയ്ത് കളയാനും പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മളിപ്പം എന്തോ ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് എന്തുകൊണ്ടോ ഇതില്ലെങ്കിൽ അത് ജനുവരിയിൽ എന്തുകൊണ്ടോ ഫ്രാൻസിൽ കൊണ്ടു. അത്ര നമുക്കറിയാം. 10 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന എന്തോ ഒരു സംഭവം ഇന്ന് അവിടെ ഉണ്ട്. നമ്മൾ വന്നേക്കുന്ന കറക്റ്റ് സമയമാണ്, അപ്പൊ അത് മിസ്സാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ നിക്കറൊക്കെ മാറ്റിയിട്ട് നമ്മള് എന്തെങ്കിലും നീളമുള്ളത് ഇടാൻ പോകും. പക്ഷെ എനിക്ക് ഭാഗ്യം കേട്ടോ, എനിക്ക് ഫുൾ ലെങ്താ. പറയാൻ പറ്റൂല, ഇത് അവിടെ ചിലപ്പോ നിന്നെ ആയിരിക്കും കയറ്റാതിരിക്കുന്നത്. ശരി, അപ്പൊ നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ട് ഇനി എന്തായാലും നമ്മൾ അങ്ങോട്ടേക്കാകും കേട്ടോ. 2 ചർച്ച ഉണ്ട്, ഏത് ചർച്ച ആദ്യം പോകണം? ഏതോ ഒരു പാലം, ഈ പാലത്തിൽ കൂടെ കയറുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മള് മാപ്പിട്ടൊന്ന് പടിയിലായി പോയി. കാസിനോട് അർത്ഥോ ബിഗ് ഡാഡി. ഇതാട്ടോ പാഞ്ചിം സിറ്റി. ഇതാണ് പാഞ്ചിം സിറ്റി. ഇവിടെ ഫുൾ കാസിനോസാണ്, ഓരോരോ പേരിൽ കുറെ ഉണ്ട്. പക്ഷെ നൈറ്റാണ് ഇവിടെ ഭംഗിതേ കാണുന്നില്ലേ. ഓരോ ബോട്ട് ഓരോ കാസിനോ ആണ് കേട്ടോ. ബിഗ് ഡാഡി കാസിനോ, പിന്നെ മാജസ്റ്റിക് പ്രൈഡ്, ഇതാ കാണുന്നതൊക്കെ. നൈറ്റ് ഭയങ്കര ഭംഗി. നമ്മൾ വരുന്ന വഴി കണ്ടായിരുന്നു. അഭിനവേ അല്ല, എങ്ങോട്ടാ? ആ ഫ്രണ്ടിൽ യെല്ലോയിൽ പോകുന്നതും നമ്മുടെ കൂടെ ഉള്ള 2 പേരാട്ടോ. പാഞ്ചിം മാർക്കറ്റിലേക്ക് ഇവർക്ക് പാൻസ് വാങ്ങാൻ വന്നേ. പക്ഷെ ഇത് എവിടെ തിരിഞ്ഞാലും ഇവിടെ ഫ്രൂട്ട് ഷോപ്പ് മാത്രമേ കാണുന്നുള്ളൂ. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയാണിത്. നമ്മൾ കുറച്ച് മേലേക്കൊന്ന് കയറി നോക്കാം, അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാം. ഇല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇറങ്ങും. ഇത് തന്നെയാണോ എന്തോ പാഞ്ചിം മാർക്കറ്റ് എന്ന് അറിയില്ല. ഇവിടെ എല്ലാം ചീപ്പാണെന്ന് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എത്തിയതൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. എല്ലാരും നല്ലോണം തിരയുന്നുണ്ട്, എവിടെയെങ്കിലും ഒരു തുണിക്കട കിട്ടുന്നുണ്ടോന്ന്. ആ മാർക്കറ്റിൽ നിന്ന് ഒന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഓൾഡ് ഗോവയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുറച്ച് ഷോപ്പിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞു സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അവർക്ക് വേണ്ടിയുള്ള പാൻസ് ഒക്കെ കിടപ്പുണ്ട്. നമ്മളിപ്പോ ഇനി പാൻസ് വാങ്ങിച്ചാലേ ഉള്ളിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ പാൻസ് വാങ്ങാൻ വേണ്ടി പോകുന്നു.
ഇതാണ് ഞാൻ ആ പറഞ്ഞ ഷോപ്പിംഗ് സ്ട്രീറ്റ്. ഇത് സ്ട്രീറ്റ് എത്രത്തോളം ലെങ്ത് ഇതിനുണ്ടെന്നൊന്നും അറിയില്ല. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ, ചെരുപ്പ്, ക്യാപ്പ്, ഡ്രസ്, ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. എൻ്റെ ഏരിയാസ് ഉണ്ട് കേട്ടോ, പക്ഷെ ഇപ്പം എന്തായാലും ഷോപ്പിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമുക്ക് ഷോപ്പിങ്ങിനായിട്ടൊരു സമയമുണ്ട് ഇന്ന്, അപ്പം അന്നേരം ഷോപ്പിങ്ങിലേക്ക് കടക്കാം എന്നുള്ളതാണ് പ്ലാൻ. എനിക്ക് മാല വാങ്ങിച്ച് തന്നില്ല. ഇന്നലെ ഞാൻ പറയുന്നുണ്ട് ഇന്ന് എനിക്ക് ഇടാൻ മാലയില്ല, എനിക്ക് വളയില്ല. പക്ഷെ ഞാൻ മാലയും വളയൊന്നും ഇല്ലാതെയാണ് ഇന്ന് റെഡിയായി ഇറങ്ങിയിട്ടുള്ളത്. ഷോപ്പിംഗ് ഇവിടെ ചെയ്യേണ്ടെന്നായിരുന്നു പ്ലാൻ, പക്ഷെ ഇവിടുത്തെ ഷോപ്സ് ഇപ്പൊ കണ്ടപ്പോ ഇങ്ങനെ ഒരു ഏരിയ എനിക്ക് കിട്ടുമെന്ന് അറിയില്ല. ഭയങ്കര ചീപ്പായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഫുഡ്, ആക്സസറീസ്, ക്ലോത്തിങ്സ് എല്ലാത്തിനും ബെസ്റ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് രണ്ട് ഭാഗത്തേക്കൊക്കെ ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. മിക്കവാറും നമ്മളിനി ചർച്ച കയറിയിട്ട് ഇവിടെ നിന്നായിരിക്കും നമ്മുടെ ഷോപ്പിംഗ്. ഫുഡ് ഐറ്റംസ്, ഫ്ലവർ ഐറ്റംസ് ഉണ്ട്, ക്ലോത്തിങ് ഉണ്ട്, പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ലൈവായിട്ട് നമ്മുടെ ഡ്രിങ്ക്സ് ഒക്കെ തരുന്ന പോലത്തെ ബേക്കറീസ് ഉണ്ട്, ബെൽറ്റ്, പിന്നെ ടോയ്സ് ഉണ്ട്. ഇത് അവിടെ ഷൂസ്, ചെരുപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ റോഡിന്റെ ഈ ഭാഗത്തേക്കും ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്, ഇങ്ങോട്ടേക്കും ഡൈവേർട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇത് രണ്ട് മാർക്കറ്റാണ്. ഇങ്ങനെ നമ്മൾ ഓരോ ജംഗ്ഷൻ പോലത്തെ എൻഡിൽ വന്ന് നിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. അത്രയ്ക്കും സ്റ്റോൾസ് ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് തന്നെ എല്ലാം ചീപ്പ് തന്നെയാണ്. നമ്മളിപ്പോൾ നോക്കിയപ്പോൾ ജീൻസ് എല്ലാം 300, ടോപ്സ് ഒക്കെ 250, 200 അങ്ങനെയാണ്. ഈ കിടക്കുന്ന ടോപ്സ് ഒക്കെ 100. പിന്നെ സ്റ്റുഡിയോയിലൊക്കെ ഏകദേശം ഇതിന്റെ കുറച്ചും കൂടെ വേറെ റേറ്റ് ഉണ്ട് കേട്ടോ. 100 ഓൺലി. ഒരുപാടുണ്ട് അതിന്റെ വെറൈറ്റീസ്. കിടക്കുന്ന എല്ലാം 100. എല്ലാം ഇങ്ങനത്തെ ടൈപ്പിലുള്ള ഡ്രസ്സസും ട്യൂണിക്സ് ഐറ്റംസ് ഒക്കെ കിടക്കുന്നത്. 250, 200 ഇതൊക്കെയാണ് ഇരിക്കുന്നതിൻ്റെയൊക്കെ റേറ്റ്സ് വരുന്നത് കേട്ടോ. ഈ കുർത്തീസ് എല്ലാം 200 പറയുന്നത്. പക്ഷെ 200 ആണെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞാൽ അവരെ ഇതൊക്കെ 100 മേടിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി. ഇന്നലെ തന്നെ ബീച്ചിൽ ഈ ലൈറ്റ്സ് ഒക്കെ വിൽക്കാൻ വരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു, ഈ ടോയ്സ് ഒക്കെ ഉള്ള. അപ്പൊ അവര് 300 പറഞ്ഞ സാധനങ്ങൾ ഞങ്ങൾ 50, 80 റുപ്പീസിനൊക്കെ മേടിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. നമുക്കിവിടെ പറഞ്ഞു നിൽക്കുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ബഡ്ജറ്റിന് അവര് തിങ്സ് സെയിൽ ചെയ്യും. അപ്പൊ എന്തെങ്കിലും നമുക്ക് അത്രയും ഇതാണെങ്കിൽ അവിടെ നിന്നങ്ങ് സംസാരിച്ചാൽ മതി, കിട്ടും. നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും എല്ലാത്തിലും സംസാരിക്കും, അവർ വേറെ ഏതോ ഭാഷയിൽ സംസാരിക്കും. ലാസ്റ്റ് 150, 80 എന്നുള്ള രീതിയിൽ നിൽക്കും. ഗോവയിൽ വരുമ്പോൾ വാങ്ങണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഹെയർ അക്സസറി ഉണ്ട് കേട്ടോ. അതിവിടെ കണ്ടു. 50 റുപ്പീസാ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് 50ക്ക് വേർത്ത് ആണ്. അതിന് 30 റുപ്പീസിൽ കിട്ടുമെന്ന് അറിയാനായിട്ട് ഞാൻ ശ്രീഹരിയും കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. നല്ല പേശാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അവൻ പറഞ്ഞ അതേ വിലക്ക് എനിക്ക് സാധനം എടുത്ത് തന്നിട്ട് വരിക. 50 രൂപയ്ക്ക് മേടിച്ചു. അത് പിന്നെ വേറെ 100-150 ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ നാട്ടിലൊക്കെ 150ക്കൊക്കെ ഉണ്ട് കേട്ടോ, രാമചന്ദ്രൻസിലും കുന്നിലും ഒക്കെ. ഇവിടെ 50ക്ക് ഉണ്ടപ്പോ ശ്രീഹരിക്ക് പിന്നെ ഭയങ്കര കഴിവ്. എങ്ങനെ 300 രൂപയുടെ സാധനം 50 രൂപയ്ക്ക് വാങ്ങിക്കാൻ. അപ്പൊ അത് 50-ന് മേടിച്ചു. ടോപ്സ് ആക്കി ഇവിടെ കിടക്കുന്ന എല്ലാം ഇതെല്ലാം 200 ആണ്. കിടക്കുന്ന ടീഷർട്സ് എല്ലാം 200. നമ്മുടെ നാട്ടിൽ നിന്ന് ഷോപ്പ് ചെയ്തിട്ട് ഗോവ വരുന്നതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നുന്നു ഒന്നുമില്ലാതെ വന്നിട്ട് ഫസ്റ്റ് ഡേ ഷോപ്പിങ്ങിന് ഇറങ്ങുക, ഇവിടെ നിന്ന് സാധനം വാങ്ങിക്കുക, അതും ഇട്ടുകൊണ്ട് ഇവിടെ നടക്കുക. അതായിരിക്കും കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് മേടിച്ച സാധനങ്ങളൊക്കെ ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഷോർട്സ് ഉണ്ട്, കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അവര് പാന്റ് കേട്ടോ, ഒന്നും നോക്കിയില്ല. ചർച്ചിൽ കയറുന്ന അത്ര എഫേർട്ട് എടുത്തുന്ന ആളുകൾ അറിയിക്കാൻ വേണ്ടി അവൻ ടാഗ് പോലും മാറ്റുന്നില്ല. ബാക്കി 2 നമ്മുടെ കൂടെയുള്ള 3 പേര് വേറെ ഏതോ ഷോപ്പിലായിട്ട് അവര് വേറെ ഏതോ ഊള സാധനം വാങ്ങിക്കുന്നതാണ് ഇവര് പറയുന്നത്. ഇങ്ങനെ അവര് ഒരാള് ബ്ലൂവും ഒരാള് ബ്ലാക്കും എടുത്തിട്ടുണ്ട്. ഷോർട്സിന്റെ ഉള്ളിൽ തന്നെ അവർ കിട്ടും അത്. ഇനിയിപ്പോ സ്ട്രൈറ്റ് ചർച്ച്, ഇനി ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് ചേരുവോ ഈ ഡ്രസ്സിന്? എനിക്ക് ചേരുവോ? ഒരു മാലയല്ലേ, ഇനി ഒരു മാലക്കടയും കയറില്ല, ഇതോടെ തീർത്തിക്കോണം. 50. എന്റെ ഒരു പരാതി കഴിഞ്ഞു, പക്ഷെ എനിക്ക് തോന്നുന്നു മാല ഇല്ലാത്തതായിരുന്നു ബെറ്റർ. ഒന്ന് മാല എന്റെ ഈ പുറകെ കാണുന്നതാണ് ഓൾഡ് ഗോവ ചർച്ച് കേട്ടോ.
ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ അവിടെ ആയിട്ട് ന്യൂ ഗോവ ചർച്ച് ഉണ്ട് എന്നാണ് ഇവര് പറഞ്ഞത്. എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓൾഡ് ഗോവയെന്നും ന്യൂ ഗോവയെന്നും. ഫോട്ടോസ് എടുക്കാൻ കൊള്ളാം കേട്ടോ, ഇവിടെ സൂപ്പർ ഫോട്ടോസ് കിട്ടും. കിട്ടോടാ? നമ്മളെ എടുത്തു. എന്തായാലും വിഷമം. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഡ്യൂട്ടി കിട്ടി ഗൈസ്. ആരോ ഇവർ അവര് സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള അവരുടെ ഫേസ് നമുക്ക് മനസ്സിലാക്കാം. അവരത്ര സാറ്റിസ്ഫൈഡ് അല്ല. അതെന്തായാലും തിരിച്ചു വന്ന് അടുത്ത് പറയണേ. അയ്യോ മലയാളീസായിരുന്നു ഞാൻ പറഞ്ഞ കേട്ടിട്ടുണ്ടോ? നമ്മള് പള്ളിയിൽ പോയി എത്രയോ വർഷം പഴക്കമുള്ള ബോഡി എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം കണ്ടു. നീണ്ട ക്യൂ നിന്നാണ് ഞങ്ങളത് കണ്ടത്. ഇറങ്ങി നീണ്ട ക്യൂവിന്റെ ക്ഷീണം എല്ലാവരുടെയും മുഖത്തുണ്ട്. ദേ കണ്ടില്ലേ, ഇവിടെ. ഇനിയിപ്പോ അടുത്ത സ്ഥലം എവിടെ ഉണ്ട്, നമ്മുടെ ലിസ്റ്റിലുണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോവാം. ഷോപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. ശരി കാണട്ടെ. സൗണ്ട് ഉണ്ട് കേട്ടോ അതിന്. ഇവിടെ എല്ലാവരും അതില രണ്ടും ഒരേ കണക്ക് തന്നെ. ഞങ്ങൾ അങ്ങനെ ആക്ച്വൽ ഉള്ള ഷോപ്പിംഗ്, നമ്മുടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നേരത്തെ കയറിയ കടകൾ തന്നെയാണ്. ഇപ്പോഴാണ് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കയറി കാണുന്നത്. ഈ ഒരു ഷോപ്പ് ഉള്ളപ്പോൾ നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പിന്റെ ഒരു ഫീൽ കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഉത്സവം വരുമ്പോഴല്ലേ വരാറ്. ഇവിടെ എല്ലാം ഓൾമോസ്റ്റ് ആ ഒരു ടൈപ്പ് സാധനങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഉള്ളവരായിരിക്കും അവിടെയും കൊണ്ട് സ്റ്റാൾ ഇടുന്നത്. വിൽക്കാനുള്ള സാധനങ്ങൾ മാത്രമല്ല, ഈ മാജിക് വേൾഡ്, പിന്നെ നമ്മുടെ ജൈന്റ് വീല്, അങ്ങനെയുള്ള കുഞ്ഞു ഈ പറയുന്ന അഡ്വഞ്ചർ സാധനങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ നാട്ടിലെ കോഴിക്കോടൻ ഹൽവയാണ് കേട്ടോ ഇവിടെ. ഒരു കേരള സ്റ്റോളാണ്. ഇവിടെ ഫുൾ കൂടുതലും അച്ചാറുകളുണ്ട്, പിന്നെ ഹൽവയുണ്ട്, സ്വീറ്റ്സ്, നമ്മുടെ വറുത്തെടുക്കുന്ന ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിന് അവസാനമല്ല കേട്ടത്, അങ്ങ് അച്ഛൻ. ഇനി അവിടെ നിന്ന് ഡീവിയേഷൻ ഉണ്ടാവും വേറെ പല ഭാഗങ്ങളിലേക്ക്. ശ്രീഹരിക്ക് ചുമച്ച മസില് പിടിച്ചു ഗൈസ് നെഞ്ചില്. ആക്ട് ചെയ്യുന്നതാണ് ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മുടെ ചിരിച്ചാ തീരും കഥ. അപ്പൊ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ കൂടെ ഉള്ളവർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നമ്മൾ വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ലഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി സ്ഥലങ്ങൾ. എന്താ എനിക്ക് വേണ്ട ഗൈസ്, ഞാനൊന്ന് പറഞ്ഞൊന്നുമില്ല. അവര് കഴിക്കാൻ പോകും, നമ്മൾ മിക്കവാറും നേരം റൂമിൽ പോകും. റൂമിൽ പോയിട്ട് നമ്മൾ ആ സമയത്ത് റെസ്റ്റ് ചെയ്യും. അവർ ലഞ്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ അവരുടെ കൂടെ ജോയിൻ ചെയ്യും. എല്ലാം ഓൾമോസ്റ്റ് അടുത്തടുത്ത, വലിയ ദൂരം ഇല്ല. ലൊക്കേഷൻ കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ പകുതി സ്റ്റോപ്പായി പോയി. ഇനിയിപ്പോൾ നമുക്കറിയുന്ന വഴി കൂടെ നമ്മൾ പോകാൻ പോകും അടുത്ത സ്ഥലം. എല്ലാവരുടെ ഫോണിലെ ലൊക്കേഷൻ സ്റ്റോപ്പായി. നമ്മൾ അടുത്ത് വന്നേക്കുന്നത് ഈ കുറേ വീടുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പല കളറുണ്ട് കേട്ടോ, മഞ്ഞ, ചുവപ്പ്, പച്ച, നീല. പാർക്കിങ്ങിന് സ്ഥലം അന്വേഷിക്കുക. ഇവിടെ നമ്മുടെ ഫോർട്ട് കൊച്ചി പോലെയൊക്കെ കുറച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള, ചിലതൊക്കെ നല്ല വിൻറ്റേജ് ആയിട്ടുള്ള കുറച്ച് ബിൽഡിങ്സ് ആണ് വരുന്നത്. അപ്പൊ ആ ബിൽഡിങ്സിന്റെ അവിടേക്ക് നമുക്ക് ഫോട്ടോസ് വീഡിയോ, മെയിൻലി ഇവിടെ വരുന്ന പർപ്പസ് ഫോട്ടോസ് വീഡിയോസ് തന്നെയാണ്. അപ്പൊ അതിന് പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. പാർക്കിംഗ് ഇല്ല, കാരണം റോഡ് പിന്നെ ഈ മുറ്റമൊന്നും ഇല്ലാണ്ട് വീടാ വരുന്നത്. അപ്പൊ പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ നല്ല കളർഫുൾ ആയിട്ടുള്ള വീടുകൾ തപ്പി പോവാണ് ഫോട്ടോ എടുക്കാൻ. എന്തുവാടോ എനിക്കിത് കണ്ടിട്ട് നമ്മുടെ ഫോട്ടോ കൊച്ചി ലുക്കാട്ടോ വരുന്നത്. ഇവിടെ മൊത്തം ഫോട്ടോസ് എല്ലാരും തുടങ്ങിയ ഫോട്ടോ എടുക്കാൻ പോകും. അങ്ങനെ ഇവിടുത്തെ ഫോട്ടോ സെക്ഷൻ എല്ലാം കഴിഞ്ഞു. എല്ലാവർക്കും വേണ്ടത്ര ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു കേട്ടോ. ഇനി ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. ഇനിയാണ് ലഞ്ച്. ഞങ്ങൾ കഴിക്കുന്നില്ല, ഞങ്ങൾ റൂമിൽ പോവാണ്. അവരപ്പം ലഞ്ചിന് വേണ്ടി പോവാണ്. ഇന്ന് റൂമിൽ പോയി റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ പോയതെല്ലാം ബീച്ച് തന്നെ. അതാ പിന്നെ അത് ഷൂട്ട് ചെയ്ത് ആഡ് ആക്കാൻ. ഇപ്പൊ നമ്മള് ഡിന്നർ കഴിക്കാൻ വന്നു. ഇന്ന് കറക്റ്റ് 8 മണിക്ക് നമ്മൾ ഡിന്നർ കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പരിപാടിയുണ്ട്. ഇന്ന് കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് സ്ഥലം കൂടെ പോകാനുണ്ട് നൈറ്റ് കാണാനായിട്ട്. അപ്പൊ ഇപ്പം
ആദ്യം തന്നെ 8 മണിക്ക് ഓപ്പൺ ആവുള്ളൂ. അപ്പൊ തന്നെ ഫുഡ് കഴിക്കാനാണ് പരിപാടി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഞങ്ങളുടെ നേരത്തെ പറഞ്ഞ സ്ഥലമല്ലേ മലയാളി ഹോട്ടൽ, അവിടേക്ക് വന്ന് നിൽക്കാം. അവന്മാര് വന്നു ഇമ്മാര് ഭാഗം പോയ കഥയൊക്കെ ഉണ്ടായത്. ഇവന്മാര് ബാക്കിൽ ഉണ്ടാന്ന് അറിയാൻ വേണ്ടി ഇവരെ അലപ്പിട്ടാ മതി. ഇവൻ ഭയങ്കര വാറൊക്കെ സംസാരിക്കുന്നത്. ഇത് ഫ്രൈഡ് റൈസ് ആണ്. റൈസ്, പെറോട്ട, ചപ്പാത്തി, ചിക്കൻ ഫ്രൈ, ഗ്രേവി. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഹോട്ടലിലേക്ക് വന്നു. നമ്മുടെ വണ്ടിയെല്ലാം ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി നടന്ന് കുറച്ച് അപ്പുറം ഇപ്പുറമുള്ള കടകളിലേക്ക് പോകാനായിട്ടാണ് പ്ലാൻ. ഇവിടെ 2 സൈഡിലും ഒത്തിരി ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് നടക്കാം. പിന്നെ ബാക്കിൽ ബീച്ചുണ്ട്, കലങ്കൂട്ട് ബീച്ചും ബാഗ ബീച്ചും ഒക്കെ അപ്പുറം ഇപ്പുറമായിട്ടുണ്ട്. ഇനി എന്തായാലും നടക്കാനാണ് പ്ലാൻ, വണ്ടി എടുക്കുന്നില്ല. അങ്ങനെ കീ എല്ലാം മേലെ വെക്കാനായിട്ട് അവർ പോയി. ഞാൻ പുറത്ത് വെയിറ്റിംഗ്. ഈ ഷോപ്സ് ഫുൾ വിൻറ്റേജ് ഐറ്റംസ് ആണ്. ഷോപ്പ് അല്ല, ഒരു മാർക്കറ്റും അല്ല, ഒരു വലിയൊരു സ്റ്റോളാണ്. ഇവിടെ ഫുൾ വരുന്നത് വിൻറ്റേജ് ഐറ്റംസ് ആണ്. ഒരുപാട് ഈ ടൈപ്പ് മാലകള്, പിന്നെ കമ്മലുണ്ട്, റിങ്സ് ഉണ്ട്, കണ്ണനുണ്ട്, അഭിനവുണ്ട്. നല്ല ഭംഗിയാട്ടോ, നല്ല വിലയുമാണ്. കാരണം എന്തോ ഒരു ചെറിയൊരു ചേഞ്ച് വെച്ചപ്പോൾ 3000 ആവാം. ഭയങ്കര റേറ്റ് ആണ് മൊത്തത്തിൽ. ബിഗ് ബോസിന്റെ ഓണറൊക്കെ ഈ മൈനസ് ബിഗ് ബോസ് അല്ല, ഈകളായി ഇതൊക്കെ കൊള്ളാൻ കേട്ട സാധനം. മറ്റേ എല്ലാം വെറൈറ്റി ആണ്. പക്ഷെ അതിനൊക്കെ നീ എത്ര കൊടുക്കുന്നത് വെച്ചാൽ അറിഞ്ഞൂടാ. ഇനി ഫോൺ കൊടുത്താൽ അതിനൊക്കെ കിട്ടൂടാ. കണ്ണ ഓരോരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഞാൻ ഗസ് ചെയ്യട്ടെ, 300. എടാ കണ്ണാ, ഞാൻ ലൈവാണ്. എന്നെത്തിയതാ ഞങ്ങള് മിനിഞ്ഞാന്ന്. മലയാളി ഗ്യാങ്ങിനെ കണ്ടുപിടിച്ചൊരു 30 എത്ര ടീച്ചേഴ്സ് ഇവിടെ വന്ന അവർക്കിപ്പോ നമ്മൾ മലയാളം സംസാരിക്കുന്ന കേട്ടപ്പോഴത്തേക്കും അവർ വന്ന് സംസാരിച്ചു. അവർക്കൊരു സന്തോഷം മലയാളം കേട്ടപ്പോ. വാശിയിലാണ് അവ ഈ മോളിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനമെങ്കിലും 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടേ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞത് എല്ലാം ഓടിയിടന്ന് വില വയ്ക്കുന്നുണ്ട്. 300-400 കുറഞ്ഞ ഒരു സാധനം ഈ പരിസരത്തില്ല. പനിക്കാരനാണോ ഇരിക്കുന്നത്? Because you are in a silver market right now. എന്താന്ന് മനസ്സിലായി. തലയിലേക്ക് പൊടി ഇങ്ങനെ എടുക്കാം. താടി ഓടിയും നമ്മളിങ്ങനെ ആർക്കും വേണ്ടാത്ത രീതിയിൽ മുടിയെ വാരി വെച്ച് കെട്ടുക. വാരി വെച്ച് കെട്ടിയ ശേഷം